ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്നൊരു വൈകുന്നേര വീഡിയോ ആണ്. വൈകുന്നേരം എന്ന് പറയാൻ ഇപ്പം ഏകദേശം 6:30 മണിയായി കേട്ടോ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഓർത്തും ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണേ. അപ്പം ഇപ്പം മഴയൊക്കെ മാറി നമുക്കിവിടെ കേട്ടോ, വെയിലൊക്കെ ആയി. 2-3 ദിവസം കൊണ്ട് ഭയങ്കര വെയിലൊക്കെയാണ്. അപ്പം വൈകുന്നേരം ഞാൻ ഓർത്ത് ചായക്ക് ഞാൻ ഒന്നും ഉണ്ടാക്കില്ല. എൻ്റെ ചെറിയ മോൻ രേവൂട്ടൻ നല്ല ഉറക്കമാണ്. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമല്ലോ. അപ്പോൾ ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്ത് കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ എടുത്ത് ഇങ്ങനെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിന്നൊരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോയിലേക്ക് പോകാം. കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി, പിന്നെ ഒരു ക്യാരറ്റും ഒരു സബോളയും, പിന്നെ കുറച്ച് ഇഞ്ചി ഒക്കെ വേണം. പച്ചമുളക് ഇടുന്നില്ല കേട്ടോ, കുഞ്ഞിന് കൊടുക്കാനുള്ളതുകൊണ്ട് പച്ചമുളക് ഇടുന്നില്ല. അതിന് പകരം മുളക് പൊടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. എന്താ പറയുക, ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് കഴുകി ഒന്ന് അരിയാനായിട്ടൊക്കെ പോട്ടെ. ഉള്ളിയും ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് നമ്മൾ തോരനൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാവേ, ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം എന്നിട്ട് മാവിൻ്റെ കൂടെ ഇട്ട് ഇളക്കിയെടുക്കാം. എല്ലാം അരിഞ്ഞ് പെറുക്കിയൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്കും മോൻ ഉണർന്നു കേട്ടോ. അരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേ പുള്ളി ഒന്ന് ഇടയ്ക്കൊന്ന് ഉണർന്ന് കരഞ്ഞു. അവൻ ഉണർന്നു കഴിയുമ്പോൾ, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ അടുത്ത ആരും ഇല്ലെങ്കിലൊരിതാണ് കരഞ്ഞ്. കുറച്ച് നേരം നമ്മളുണ്ടെങ്കിലും കുറച്ച് നേരം ഒരു മൂശാട്ട പോലെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു നിർബന്ധമാണ് അവന്. കുറച്ച് നേരം ഇങ്ങനെ നമ്മളൊന്നേ അടുത്തിരിക്കണം. അപ്പനുണ്ടെങ്കിൽ അപ്പനിരുന്നാൽ മതി, അന്നേരം ഞാൻ വേണ്ട. ഇല്ലെങ്കിൽ അമ്മ ബാ ഇവിടെ ഇരിക്കുമെന്നും പറഞ്ഞ് അവനെ ഇങ്ങനെ എടുത്ത്, ഇല്ലെങ്കിൽ അടുത്ത് പോയി ഇച്ചിരി നേരം കിടക്കുകയൊക്കെ വേണം അവന്. അങ്ങനെയൊക്കെ അവനെ ഒരുവിധം സമാധാനിപ്പിച്ച് ഞാൻ എത്തിയിട്ട് ഞാൻ പറഞ്ഞ് കഴിക്കാനിപ്പോൾ തരാം എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഞാൻ തിരിച്ച് അടുക്കളയിലോട്ട് കയറിയ വന്ന് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കേട്ടോ. അതൊക്കെ വിട്ടുപോയി എന്ന് കാണിക്കാൻ. എന്നിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടും തൃപ്തി വരുന്നില്ല. എനിക്ക് കറിവേപ്പില കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഭ്രാന്ത് പോലെ. എനിക്ക് ആവശ്യത്തിലേറെ അങ്ങ് ഇടണം. കറിവേപ്പിലയുടെ ആ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനോട് കിട്ടിയവൻ എപ്പോഴും പറയും, ഇവിടെ എനിക്ക് ഏത് കറി എടുത്താലും കറിവേപ്പിലയാണല്ലോ കൂടുതൽ കിട്ടുന്നതെന്ന് പറയാറുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ നമുക്കിവിടെ കറിവേപ്പില കിട്ടാൻ ക്ഷാമമാണ്. എന്നാലും കിട്ടുമ്പം ഞാനങ്ങ് തകർത്ത് വാരിയിടും. എന്താ പറയുക, അങ്ങനെ ഞാനൊരു 2-3 തണ്ട് കറിവേപ്പിലയൊക്കെ അതിൻ്റെ ഇലയൊക്കെ കൈകൊണ്ട് തന്നെ പിച്ചി എന്താ പറയുക മുറിച്ച് അതിനകത്തോട്ടൊക്കെ ഇട്ട് കേട്ടോ. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മുടെ പെരുംജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതും കൂടി ഇട്ട് കൊടുത്തേ. അതും കൂടെ അത് പൊടിക്കാനോ ചതയ്ക്കാനോ ഒന്നും നിന്നില്ല കേട്ടോ, പെരുംജീരകം അതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ എന്താ, കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ പലഹാരമൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയിൽ നിന്നും എൻ്റെ വല്യമ്മച്ചിയിൽ നിന്നൊക്കെയാണ് ഇതൊന്നും വലിയ കണ്ടുപിടിക്കുക അങ്ങനെയല്ല. ഇതൊക്കെ കൂടുതലും എൻ്റെ വീട്ടിൽ പണ്ട് എൻ്റെ കുഞ്ഞിലെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സംഭവമാണ്. ഇങ്ങനെയൊക്കെ ഉള്ളിയും ക്യാരറ്റൊന്നും വന്ന് പച്ചക്കറി കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ്. പക്ഷെ ഞാൻ പിന്നെ അത് കുറച്ച് ചടങ്ങോടുകൂടി ഞാൻ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നു എന്നേ ഉള്ളൂ. ഇതുപോലെ മിക്സാക്കി മാവ് കുഴച്ചതിന് ശേഷം നമ്മുടെ ദോശക്കല്ലിലൊക്കെ വെച്ച് അട പോലെ ചുട്ട് ഇങ്ങനെ തരുമായിരുന്നു പണ്ട്. അപ്പോൾ അധികം എണ്ണമയോ അങ്ങനെ എണ്ണയ്ക്കകത്ത് പൊരിച്ച് അതിൻ്റെ ഒരു ഇതൊന്നുമില്ല. നമുക്ക് എന്താ പറയുന്ന അട അതുപോലെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുന്നത്. പിള്ളേർക്ക് അന്നൊന്നും എനിക്ക് സത്യം പറയാം അങ്ങനെ ഉള്ളിയും പച്ചമുളകും ഒന്നും ഇട്ട് തരുന്നതൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ നമ്മൾ എന്താ പറയുന്നത്, ഇപ്പം അതൊക്കെ ഇഷ്ടമാണ്. പിള്ളേർക്ക് അങ്ങനെയൊന്നും ഇഷ്ടപ്പെടത്തില്ല കൂടുതലും.
മാവൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഐറ്റമാണ് ഈ സംഭവം. അങ്ങനെ മാവൊക്കെ ഞാൻ കുഴച്ച് വെച്ചു കേട്ടോ. ഇടയ്ക്ക് എൻ്റെ കണ്ണ് ഞാനിങ്ങനെ അങ്ങോട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സിനിമ കണ്ടുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സിനിമ ഞാൻ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട് മൊബൈലിൽ. അപ്പോൾ അതും ഇടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടാണ് എൻ്റെ പാചകം. മിക്ക ദിവസവും അങ്ങനെ അടുക്കളയിൽ കയറുമ്പോഴാണ് സിനിമ കാണലൊക്കെ. അപ്പോൾ അതും കാണുന്നുണ്ട്. അപ്പം ഒരു ചട്ടി വെച്ച് എണ്ണയൊക്കെ ചൂടായി കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് കൈ ഒന്ന് നനച്ചിട്ട് കുറേശ്ശെ അതിൽ നിന്ന് മാവ് ഞാനെടുത്ത് ഉരുട്ടി ഷേപ്പൊന്നും ആക്കാതെ കുറേശ്ശെ ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മളൊരു 10-15-20 മിനിറ്റ് ഈ മാവ് കുഴച്ചിങ്ങനെ വെക്കാൻ ഞാനൊരു 10 മിനിറ്റ് വെച്ചു. 10-20 മിനിറ്റ്, ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല മയമാണ്. നമ്മളത് ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് തിന്നാൻ. എണ്ണയിലിടുന്നതായതുകൊണ്ട് അധികം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൊളസ്ട്രോളും അതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ പെട്ടെന്ന്. അപ്പം കഴിക്കാൻ ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കോരിയെടുത്ത് വെച്ചു. അപ്പോഴത്തേക്കും ഇരുട്ടി. അപ്പോഴത്തേക്ക് ഞാൻ മേലിൽ തുണിയൊക്കെ കഴുകിക്കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ ഓണത്തിൻ്റെ പരിപാടിക്ക് കൊടുത്ത സെറ്റും മുണ്ടും ഒക്കെ ആയിരുന്നു. മഴയൊക്കെ ആയത് കാരണം ഞാൻ ആ സമയത്തൊന്നും കഴുകിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് രാവിലെ അല്ല, ഉച്ച കഴിഞ്ഞൊന്ന് അലക്കി കൊണ്ടുവന്നിട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് പെറുക്കി എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പം മണി ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞ് 7:15 കേട്ടോ. ഇവിടെ രാത്രി ആയിട്ടൊന്നുമില്ല. ഇവിടെ ഇരുട്ടണമെങ്കിൽ 8 മണിയാവും. എന്നാലും ഇരുട്ടി വന്നു. എന്നാലും നമ്മുടെ നാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ അത്ര ഇരുട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിസരമൊക്കെ. അത് കഴിഞ്ഞ് താഴെ വന്നു കുഞ്ഞിനും കഴിക്കാനായിട്ട് എടുത്തു. ഞാനും കുറച്ച് കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാനായിട്ട് എടുത്തു കേട്ടോ. അപ്പം അപ്പനും മോനും വന്നിട്ടൊന്നുമില്ല. വസുവും അപ്പൂസും വന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പം ഏകദേശം എന്താ പറയുക, അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരത്തെ എൻ്റെ മോൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി ഞാൻ കുഞ്ഞിന് ഇത് കഴിക്കാനൊക്കെ കൊടുക്കട്ടെ. അതിനിടയ്ക്ക് ടി വി ഒക്കെ വെച്ച് കൊടുക്കുന്ന റിമോട്ടാണെങ്കിൽ ഇടയ്ക്ക് വർക്കാവത്തില്ല. അതിങ്ങനെ കയ്യിലിട്ട് 2 തട്ടൊക്കെ തട്ടുമ്പോഴേ അതൊന്ന് ഓണാവുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇനി ആ കുഞ്ഞിന് കൊടുത്ത് അവനങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവൻ തന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞു. പിന്നെ അവൻ അങ്ങോട്ട് കൊടുത്തു. പിന്നെ ഞാൻ ആ ഒരു കപ്പ് കാപ്പി ഇട്ട് വെച്ചതെടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. എന്നും കാപ്പി കുടിയൊന്നുമില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ തോന്നും, അന്നേരം കാപ്പി ഇട്ട് കുടിക്കുവേ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.